പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ആഴ്ചയുടെ ആദ്യ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം ഇന്ന് കടന്നിരിക്കുകയാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഓഗസ്റ്റ് മാസം 11-ാം തീയതി. മനോഹരമായ മറ്റൊരു വചനം പൗലോസ്ലീഹായുടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനമാണ് ഇന്നലെ പഠിച്ചത്. ഇന്ന് 10-ാമത്തെ വചനം. ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് നല്ല വചനങ്ങൾ അതിലുണ്ട്. നന്നായിട്ടൊന്ന് ചെറിയ വചനങ്ങളാണ്. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ വചനങ്ങളൊക്കെ സ്വായത്തമാക്കുവാൻ, ഓർമ്മയിൽ വെക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനൊക്കെ നമുക്ക് സാധിക്കും. വചനം ഇന്നലെ പഠിച്ചത് എന്താ? നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ എന്നാണ്. ഇന്ന് പഠിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 10-ാമത്തെ വചനം. അതിങ്ങനെയാണ് പറയുന്നത്. The letter of Saint Paul to the Romans chapter 12 verse 10. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം. എങ്ങനെ? സഹോദരതുല്യം സ്നേഹിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. നോക്കിയേ, നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. നമുക്ക് ഒരു ആവേശമാണ്, നമ്മൾ പരസ്പരം സ്നേഹിക്കാനാണ്. ഞാൻ നേരത്തെ പറയാറില്ലേ, ആരും നമ്മുടെ ശത്രുക്കളല്ല, മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളല്ല. നമ്മുടെ ശത്രു ഒരേ ഒരാളാണ്, അത് പിശാചാണ്. നമുക്ക് സഹോദരതുല്യം സ്നേഹിക്കാൻ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ട്. കർത്താവേ, നീ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥന. Love one another with mutual affection. Outdo one another in showing honor. അപ്പം മറ്റുള്ളവരെ സഹോദരതുല്യം സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.